ഡോക്ടർ ജിൻഡോ, ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് തന്നെ ഞാൻ നേരത്തെ ജിൻഡോയുടെ ടെലിഫോണിൽ സംസാരിക്കുമ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്, ഇതിൽ വ്യക്തത വരുത്തണം എന്ന നിലപാട് ആവശ്യപ്പെടുന്നുണ്ട്. AICCയുടെ ഭാഗത്തുനിന്ന് നിർദ്ദേശമുണ്ടായി എന്ന മാധ്യമങ്ങൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്താണ്. ഇപ്പോൾ ഡോക്ടർ ജിൻഡോ ജോൺ അത് പറയുകയും ചെയ്തു, നടപടി ഉണ്ടാകും എന്ന്. പക്ഷേ എന്തുകൊണ്ട് ഇപ്പോഴും എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അല്ല, നമ്മൾക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ മാധു. നമ്മളുടെ മുമ്പിൽ ഇപ്പോൾ ഞാൻ പോലും ഇപ്പോൾ സ്വകാര്യ സംഭാഷണത്തിൽ പലരും നമ്മളോട് പലതും പറയുന്നുണ്ടോ. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ സംഘടനാപരമായ നടപടി സ്വീകരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ നിയമപരമായ നടപടി സ്വീകരിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും പരാതികൾ ഉണ്ടാകണം. വ്യക്തിപരമായിട്ടുള്ള സ്വകാര്യ സംഭാഷണങ്ങളായി നമുക്ക് പരാതികളായിട്ട് കണക്കുകൂട്ടാൻ പലപ്പോഴും പറ്റില്ല. കാരണം നമ്മൾ ആ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവിനെതിരെ ഒരു നടപടി സ്വീകരിക്കുമ്പോൾ ആര് പറഞ്ഞിട്ട് എന്തിൻ്റെ പേരിൽ എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ നമ്മുടെ മുമ്പിൽ ഒരു എവിഡൻസും ഇല്ല. അപ്പം രേഖപ്പെടുത്തപ്പെട്ട പരാതിയുടെ പേരിലായിരിക്കണം സംഘടനാപരമായ നടപടികൾ സ്വീകരിക്കപ്പെടേണ്ടത് എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. അതിനപ്പുറത്ത് നമുക്ക് പലരെക്കുറിച്ചിട്ടും ഇപ്പോൾ എന്നെക്കുറിച്ചും മറ്റു പലർക്കും ആക്ഷേപങ്ങളുണ്ടാവും. എനിക്കെതിരെ ഒരു പരാതി രേഖപ്പെടുത്തുമ്പോഴാണ് അത് അന്വേഷിക്കാനുള്ള സംഘടനാ സംവിധാനം ഉണ്ടാകേണ്ടത്. അല്ലാതെ നാട്ടിൽ പലരെക്കുറിച്ചും കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് അതിനൊക്കെ മറുപടി പറയേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസ് നേതാക്കന്മാർക്കില്ല, പാർട്ടിക്കില്ല. ഡോക്ടർ ജിൻഡോ ജോൺ, ഇതിപ്പോൾ നേരത്തെ പ്രശാന്ത് കൃഷ്ണ പറയുന്നുണ്ടായിരുന്നു, ചില ഓഡിയോ ക്ലിപ്പുകൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ ഉന്നയിക്കപ്പെട്ട ആരോപണമാണ്. അന്ന് ആ ആരോപണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഹൂ കെയർസ് എന്നുള്ളത്. ഇപ്പോൾ ജിൻഡോ ജോണിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് അതിന് മറുപടി ആയിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ ലഘൂകരിച്ച് കാണുക, അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുക ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് അല്ലേ. അപ്പോൾ അന്ന് വേണമെങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കാം, ചെയ്തില്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്, തെറ്റാണെങ്കിൽ പ്രതികരിക്കട്ടെ എന്ന്, ചെയ്യുന്നില്ല. അതിനേക്കാളേറെ ഗൗരവ സ്വഭാവത്തിലുള്ള ചില ഓഡിയോ ക്ലിപ്പുകളാണ് പുറത്തു വരുന്നത്. അതിൻ്റെ ഇങ്ങേ തലയ്ക്കൽ നിൽക്കുന്നത് ഒരു പെൺകുട്ടി ആയതുകൊണ്ടും ആ പെൺകുട്ടിയുടെ ശബ്ദം മറ്റുള്ളവർ തിരിച്ചറിയരുത് എന്ന നിർബന്ധം ഈ സ്ഥാപനത്തിനുള്ളത് കൊണ്ടാണ് നമ്മളത് പുറത്തേക്ക് വിടാത്തത്. അത് കഴിഞ്ഞാൽ, അത് സ്ഥിരീകരിക്കപ്പെട്ടാൽ ആ നിമിഷം അത് പുറത്തേക്ക് വിടുകയും ചെയ്തും ആ പെൺകുട്ടിയുടെ ഓഡിയോ ഒഴിവാക്കിക്കൊണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും അല്ലേ. ഇത് പാർട്ടി ഏൽപ്പിച്ചു കൊടുത്ത ചുമതല മാത്രമല്ല, ജനങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത വിശ്വാസം കൂടി കയ്യിൽ വെക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും മാധു, അതുകൊണ്ടല്ലേ ഞങ്ങളൊക്കെ ആത്മവിശ്വാസത്തോടെ ഇനി വരാൻ പോകുന്നത് എന്തിനേയും നേരിടാൻ തയ്യാറായിട്ട് അഭിപ്രായം പറഞ്ഞത്. നാളെ എൻ്റെ മക്കൾക്കും കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കണമെന്ന് തോന്നാൻ പറ്റുന്ന രീതിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഓരോ നേതാക്കന്മാരും ഓഡിറ്റ് ചെയ്യപ്പെടണം, ക്ലാരിറ്റി ഉള്ളവരാകണം. ഇപ്പോൾ ഹൂ കെയർസ് എന്നുള്ളതിന് മറുപടി ആയിട്ടല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഐ ഡു കെയർ. എന്നെക്കുറിച്ചും എൻ്റെ നേതാക്കന്മാരെ കുറിച്ചിട്ടും അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരെ കുറിച്ചിട്ടും പൊതുമധ്യത്തിൽ ഇത്തരത്തിൽ വിഴുപ്പലക്കൾക്ക് വരുമ്പോൾ അതിനെ ശ്രദ്ധിക്കാതെ അവഗണിച്ച് വിടുന്നത് ഒരു നല്ല രാഷ്ട്രീയമല്ല, അതല്ല കോൺഗ്രസ് രാഷ്ട്രീയം. അത്തരം വിഷയങ്ങളിൽ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണ് ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും. അത് അങ്ങനെ പറഞ്ഞു തന്നെ പോകുന്നതാണ് ഇഷ്ടം. ഇനി നിങ്ങളുടെ മാധ്യമ സ്ഥാപനം ഉൾപ്പെടെ കേരളത്തിൽ ചുരുക്കം ചില മാധ്യമ സ്ഥാപനങ്ങൾ അത്തരം ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വിടാത്തതിൻ്റെ ആ മാധ്യമ നൈതികതയെ ഞാൻ അംഗീകരിക്കുകയാണ്, അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ഈ പറഞ്ഞ ആരോപണത്തിന് വിധേയമാക്കപ്പെടുന്ന വ്യക്തികൾക്കെതിരെ ഉള്ള വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപത്തിൻ്റെ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വിരോധത്തിൻ്റെ പേരിൽ കിട്ടുന്ന മുറയ്ക്ക് അതെല്ലാം വലിച്ചുവാരി കൊത്തി വലിക്കുന്ന ഒരു കഴുകൻ സംസ്കാരം നിങ്ങൾക്കില്ലാത്തതിന് ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങൾ ഉന്നയിക്കുന്ന ഈ ആശങ്കയെ ഞാൻ മുഖവലിക്കെടുക്കുകയാണ്. ഒരു പെൺകുട്ടി നോ എന്ന് പറയുമ്പോൾ അത് നോയാണ് എന്ന് തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത ഒരാൾക്കും പറ്റിയ ഇടമല്ല കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പുതുകാലത്ത് എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായിട്ടുള്ള ഐഡിയോളജിക്കൽ ബോധമുള്ളവർക്ക് മാത്രമേ ഇനി ഇതിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. അത് ഞങ്ങളൊക്കെ ഇങ്ങനെയല്ലേ രംഗത്ത് വരുന്നത്. നാളെ എന്നെക്കുറിച്ചും ആക്ഷേപം വരാം. എന്നെക്കുറിച്ച് വന്നാൽ, എന്നെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം രേഖപ്പെടുത്തപ്പെട്ടാൽ ആ നിമിഷം എനിക്കെതിരെ സംഘടനാപരമായ നടപടികൾ സ്വീകരിക്കപ്പെടണം, നിയമപരമായിട്ടുള്ള നടപടികളും സ്വീകരിക്കപ്പെടണം. കാരണം ഞാൻ ചെയ്യുന്ന എൻ്റെ സ്വകാര്യതയുടെ ഉത്തരവാദിത്തം എൻ്റെ പാർട്ടിയോ പേര് പോലും അറിയാത്ത ഒരു ലാഭേച്ഛയില്ലാത്ത പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ ചുമലിൽ വെച്ച് കിട്ടാൻ പാടില്ല. അവരെല്ലാം മറുപടി പറയേണ്ടത് ഞാൻ തന്നെയാണ്. ആരോപണ വിധേയനാണ് ഈ വിഷയത്തെ മറുപടി പറഞ്ഞ് അഡ്രസ്സ് ചെയ്യേണ്ടത്. ആരോപണം നേരിടണമല്ലോ. അങ്ങനെ നേരിട്ടല്ലേ അപ്പോഴല്ലേ നമ്മൾ ശക്തരായിട്ടുള്ള ശേഷിയുള്ള കോൺഗ്രസ്സുകാരായി മാറുക. എന്ന് പറയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് മാത്രം അടയാളപ്പെടുത്തുന്ന ഒരാളല്ല. യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ മുഴുവൻ ചോദ്യവും അതിന്റെ മുഖമായി കേരളത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ സംവിധാനത്തെ, ആ പ്രസ്ഥാനത്തെയാണ് ഈ പറയുന്ന മഴയത്ത് നിർത്തിയിരിക്കുന്നത്. അതങ്ങനെ ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ പ്രതിരോധത്തിലായി പോകേണ്ടത് ഒരു പ്രസ്ഥാനമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ?
തീർച്ചയായിട്ടും അല്ല. ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ പ്രസ്ഥാനം പ്രതിരോധത്തിലാകുന്നൊന്നുമില്ല. അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി മിണ്ടാൻ വേറെ ആരെങ്കിലും കൂലിക്ക് സംസാരിക്കുമ്പോഴും പ്രസ്ഥാനം പ്രതിരോധത്തിലാകുന്നില്ല. കാരണം ഇതിനകത്ത് ആർജവമുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. പലരും വിട്ടു പറയാത്തതും പരസ്യമായിട്ട് പറയാത്തതും സങ്കടം കൊണ്ടൊക്കെയാണ്, വല്ലാത്ത വിഷമം കൊണ്ടാണ്. ചിലർ കുറച്ചധികം കടത്തി പറയുന്നവരുണ്ടാവും. ഞാൻ ഒരു കാര്യം ഇതിൽ കൃത്യമായിട്ട് പറയാം. ഇവിടെ ആ പെൺകുട്ടിയുടെ പേര് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അവർ സ്വയം അവർ മാധ്യമങ്ങളുടെ മുമ്പിൽ പരസ്യമായി വന്ന് അവർ അഭിപ്രായം പറയാം, എന്നിട്ടും ഞാൻ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അവർ ഇതുവരെ പരാതി രേഖപ്പെടുത്താത്ത, അല്ലെങ്കിൽ അവർ ഇപ്പോഴും തിരുത്തി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ആരോപണ വിധേയൻ്റെയും പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കാത്തത് ആ പെൺകുട്ടിക്ക് കൊടുക്കുന്ന അതേപോലെ തന്നെ അയാളുടെയും ഐഡന്റിറ്റി സംരക്ഷിക്കപ്പെടണമെന്നതുകൊണ്ടാണ്. അയാൾ കുറ്റക്കാരനാണ് എന്ന് അന്വേഷണത്തിലൂടെ തെളിവാക്കപ്പെടുന്നത് വരെ അദ്ദേഹത്തിൻ്റെ പേര് വലിച്ചഴയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സൈബർ എഴുത്തുകാരൻ്റെ മാത്രം നിലവാരത്തിൽ ഞാൻ എന്നെ കാണാത്തത് കൊണ്ടാണ് അങ്ങനെ പറയാത്തത്. ആ പെൺകുട്ടി പരാതി പാർട്ടിയുടെ മുമ്പിൽ രേഖപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ആ പരാതിയിന്മേൽ പാർട്ടി നടപടിയെടുത്താൽ ആ നിമിഷം മുതൽ ഈ വ്യക്തിയുടെ പേര് പറയാൻ എനിക്കൊരു മടിയുമില്ല. ആ പെൺകുട്ടി കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ പരാതി കൊടുത്താൽ ആ നിമിഷം മുതൽ ആ പെൺകുട്ടിയോടൊപ്പം ഉറച്ചു നിൽക്കാനും എനിക്കൊരു മടിയുമില്ല. പരാതി പറയുന്ന മുഴുവൻ പെൺകുട്ടികളെയും പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ മെസ്സേജ് അയച്ചു എന്ന കാര്യം എന്റെ മുന്നിൽ വന്നപ്പോൾ ഞാനൊരു പിതാവ് എങ്ങനെയാണോ ഇടപെടേണ്ടത് അങ്ങനെ ഇടപെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ആ പേര് പ്രതിപക്ഷ നേതാവിന് അറിയാം. അദ്ദേഹം ഇന്ന് പറഞ്ഞില്ല എങ്കിലും അദ്ദേഹത്തിന് അറിയാം. ആ പെൺകുട്ടി ആ ചാറ്റ് അടക്കം പ്രതിപക്ഷ നേതാവിനെ കാണിക്കുകയോ അല്ലെങ്കിൽ ഇന്നയാളാണ് എന്ന് പറയുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറയാമല്ലോ അല്ലേ? അപ്പോൾ ഈ പറയുന്ന പ്രതിസന്ധി ഇല്ലല്ലോ അല്ലേ? ഈ പരിമിതി ഇല്ലല്ലോ അല്ലേ? അല്ല, തീർച്ചയായിട്ടും അല്ല. പരിമിതി എന്ന് പറഞ്ഞത് ഇവിടെയാണ്. നമ്മൾക്ക് വ്യക്തിപരമായിട്ട് നമ്മളോട് പലരും സ്വകാര്യ സംഭാഷണത്തിൽ പലതും പറയാറുണ്ട്. എന്നോട് പറയാറുണ്ട്, അല്ലെങ്കിൽ പാർട്ടിയിലെ പല നേതാക്കന്മാരോടും പറയാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകരോടും പലരും പല സ്വകാര്യതകളും പങ്കുവയ്ക്കാറില്ലേ പലരെക്കുറിച്ചും. അതൊക്കെ നമുക്ക് പരസ്യമായിട്ട് നമുക്ക് എൻഡോഴ്സ് ചെയ്യാൻ പറ്റുമോ? അത് നമുക്ക് എൻഡോഴ്സ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്? അവരുടെ പേര് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിയമപരമായോ മറ്റേതെങ്കിലും രീതിയിലോ രേഖപ്പെടുത്തപ്പെടുമ്പോഴാണ്, പരാതികൾ രേഖപ്പെടുത്തപ്പെടുമ്പോഴാണ്. അല്ലെങ്കിൽ ഈ പെൺകുട്ടി പിന്നീട് മാറ്റി പറഞ്ഞാൽ നമ്മളൊക്കെ മോശക്കാരാകില്ലേ? നമ്മളൊക്കെ എന്തിനെയാണ് എൻഡോഴ്സ് ചെയ്തത് എന്നുള്ള തെറ്റിദ്ധാരണ വരില്ലേ? ഇപ്പോൾ കുറച്ചു കാലം മുമ്പ് കേരളത്തിലെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വിവിധ പരാതികൾ ഉയർന്നു വന്നു. നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ട് ആ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ അവരോട് കൂടെ നിന്നു. പലരും പിന്നീട് ഇതൊരു ഒറ്റപ്പെട്ട സ്വഭാവമുള്ള പരാതിയല്ല. ഇപ്പോൾ കുറച്ച് മുമ്പ് മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിലൂടെ കണ്ട അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലെ ചാറ്റുകൾ അടക്കം അത് ഈ പറയുന്നത് പോലെ ഒരാൾക്ക് ഒഫൻസീവ് ആണെന്ന് തോന്നുന്ന സമയമാണെങ്കിൽ അത് പ്രശ്നമാണ്. ആ രീതിയിലുള്ള ചാറ്റുകൾ, ഈ ഓഡിയോ സന്ദേശം പുറത്തു വിട്ടില്ല എങ്കിലും അത് ഏറെക്കുറെ ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ട്. ഡോക്ടർ ജിൻഡോ ജോൺ തന്നെ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കൂ, വ്യക്തിപരമായ ബന്ധങ്ങളോ പ്രണയങ്ങളോ റിലേഷൻഷിപ്പ് അങ്ങനെ എന്തും പലർക്കും ഉണ്ടാകാം. പക്ഷെ അതിൽ കടന്ന് ഭീഷണിയുടെ സ്വരത്തിൽ, സമ്മർദ്ദത്തിന്റെ സ്വരത്തിൽ, സാമൂഹ്യ അന്തസ്സിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കിപ്പോഴും അതിൽ എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടെന്ന് തോന്നുന്നോ? അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പാടുന്നു തോന്നുന്നു? അങ്ങനെ ഒരാൾ നിങ്ങളുടെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കേണ്ട ഒരാളാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല മാധു, ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ പറഞ്ഞ ഓഡിയോ ക്ലിപ്പിംഗ് ഞാൻ കേട്ടിട്ടില്ല. മാധ്യമങ്ങളിൽ ഇങ്ങനെ വാർത്ത വരുന്നു എന്നുള്ളതല്ലാതെ ഞാൻ മറ്റു പല ഫോണിലും തിരക്കിലായതുകൊണ്ട് ഞാൻ കേട്ടില്ല. രണ്ട്, ഈ ചാറ്റുകളുടെയും സ്ക്രീൻഷോട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ കേട്ട വിവരങ്ങളും നമ്മൾക്ക് മനസ്സിലായതും ഇതിനു മുമ്പ് വന്നതും വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു യൂണിവേഴ്സ് ഇതല്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്കിതൊക്കെ കിട്ടാൻ വൈകുന്നത്. അതുകൊണ്ട് എൻ്റെ മാത്രം ചിലപ്പോൾ കുഴപ്പമായിരിക്കും. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു പ്രിവിലേജും ആർക്കും അനുവദിച്ചു കൊടുത്തപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ നോ എന്ന് പറഞ്ഞാൽ നോ എൻട്രി ആണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവിടെ നിന്ന് തിരികെ നടക്കാൻ പറ്റണം. വ്യക്തിപരമായിട്ടുള്ള റിലേഷൻഷിപ്പും അല്ലെങ്കിൽ മറ്റു പല സൗഹൃദങ്ങളും ഓരോ വ്യക്തികളുടെയും സ്വകാര്യതയാണ്. ആ റിലേഷൻഷിപ്പ് എവിടം വരെ ആകണം എന്ന് വിചാരിച്ചാൽ ആ കൂട്ടത്തിൽ ഒരാൾ എനിക്ക് ഇത് താല്പര്യമില്ല എന്ന് പറയുന്ന നിമിഷം വരെയേ ഉള്ളൂ. ഒരാൾ നോ പറഞ്ഞാൽ മറ്റേയാൾ അപ്പോൾ തിരിഞ്ഞു നടക്കണമെന്നുള്ള മിനിമം കോമൺ സെൻസ് ഇല്ലാത്തവർ ആ റിലേഷൻഷിപ്പിലും ഏർപ്പെടാൻ പാടില്ല. മറ്റൊന്ന്, ഇങ്ങനെ ഒരു സംഘടനാ നേതൃത്വത്തിൽ ഇരിക്കാനും പാടില്ല. കാരണം ഒത്തിരി ജനാധിപത്യ മൂല്യങ്ങൾ നമ്മൾ നിരന്തരം പറയുമ്പോൾ യാതൊരു ജനാധിപത്യ മൂല്യങ്ങളും ഇല്ലാതെ സ്വകാര്യ ജീവിതം നയിക്കുന്നവർക്ക് പറ്റിയ ഇടമല്ല. സ്വകാര്യതയിൽ നമ്മൾ എടുക്കുന്ന നിലപാട് നമ്മുടെ സ്വഭാവമാണ്. പബ്ലിക്കിൻ്റെ മുമ്പിൽ നമ്മൾ ചെയ്യുന്ന പെരുമാറ്റം നമ്മുടെ അഭിനയമാണ്. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ ആയില്ലെങ്കിൽ ആ വ്യക്തി ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അത്തരം വ്യക്തികൾക്ക് പ്രിവിലേജ് കൊടുത്ത് ചുമക്കാനുള്ള അധിക ബലം ഇന്ന് ഈ പാർട്ടിക്കില്ല. ഇതുപോലെ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെ വിയർപ്പിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ബലത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവർ ഉയർത്തിപ്പിടിക്കുന്ന കൊടിയുടെ തണലിൽ മാത്രം അധികാരവും മറ്റ് സൗകര്യങ്ങളും കിട്ടുന്നവർ ആ പ്രിവിലേജ് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളും തെമ്മാടിത്തരം കാണിക്കാനുള്ള അവകാശമായിട്ട് കാണാൻ പാടില്ല. നിർബന്ധമായിട്ടും ഈ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടണം, ഓഡിറ്റ് ചെയ്യപ്പെടണം, തിരുത്തി മുന്നേറുമ്പോഴാണ് നല്ല കോൺഗ്രസ് ആകുക.
ശരി, വളരെ നന്ദി ഡോക്ടർ ജിൻഡോ ജോൺ ഞങ്ങളോട് സംസാരിച്ചതിന്. തിരുത്തണം എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ യുവജന നേതാക്കളുടെ ആവശ്യം. തിരുത്തണം, നടപടിയെടുക്കണം. തങ്ങളുടെ മക്കൾക്ക് നാളെ കോൺഗ്രസിന്റെ കൊടി പിടിക്കാൻ, കോൺഗ്രസിന്റെ ഭാഗമാകാൻ യാതൊരു തരത്തിലുള്ള രണ്ടാമത്തെ ചിന്തയും ഉണ്ടാകാതിരിക്കാനുള്ള അഭിമാന ബോധം ഞങ്ങൾക്ക് ബാക്കി തരണം എന്നുള്ളതാണ് കോൺഗ്രസിനോട്, ആ പാർട്ടിയുടെ അണികൾക്ക്, നേതാക്കൾക്ക്, യുവജന നേതാക്കൾക്കൊക്കെ ആവശ്യപ്പെടാനുള്ളത്. ഇടവേള.